ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അത് ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കിയാൽ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. 1x1 സെന്റിമീറ്റർ ഒരു ലാസറേറ്റഡ് വൂണ്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫാക്റ്റോ കംപ്ലൈനന്റ് ആയിട്ട് ഹർജി കൊടുത്ത ആളിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന യാതൊരു മുറിവുകളും ഇല്ലെന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണുന്നത്. അത് സപ്രസ് ചെയ്തതാണെങ്കിൽ, ആദ്യത്തെ അന്വേഷണ ഏജൻസി സപ്രസ് ചെയ്തതാണെങ്കിൽ 2023 മുതൽ ഇതുവരെ സമയമുണ്ടായിരുന്നു. വേറൊരു മെഡിക്കൽ സെന്ററിലോ വേറെ ഒരു ഡോക്ടറെയോ സമീപിക്കാമായിരുന്നു. ആദ്യം പരിശോധിച്ച ഡോക്ടർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. നാളിതുവരെ അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും ഈ കേസിലുണ്ടായിട്ടില്ല. വിധിയിൽ പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. കാരണം ഈ കേസ് വിശദമായി കോടതി ഈ ജാമ്യാപേക്ഷ വാദം കേട്ട് അതിന് ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും അതുപോലെ ഈ കേസിലെ ഡിഫാക്റ്റോ കംപ്ലൈന്റിന് പറയാനുള്ള കാര്യങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്തിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷന്റെ അന്വേഷണ ഏജൻസിയുടെ നാളിതുവരെയുള്ള പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രമാണ് അത് സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് പ്രതികൾ ആരോപിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ഇപ്പോൾ ഓർഡറിൽ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ജാമ്യ വ്യവസ്ഥകൾ ഓർഡർ വായിച്ചു നോക്കിയതിന് ശേഷം അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യം. തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് 308 എന്നൊരു വകുപ്പില്ല എങ്കിൽ തന്നെ ഈ കേസിന് സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകും. പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവരുടെ ഒരു ചെറിയ വകുപ്പിൽ പോലും ശിക്ഷ വന്നാൽ തന്നെ അവരുടെ ജോലിയെ അത് ബാധിക്കും, ഔദ്യോഗിക ഭാവിയെ അത് ബാധിക്കും. അതിനെയൊക്കെ പോരാഴിക തോന്നിയ അന്വേഷണ സംഘം കൂടുതൽ ഗുരുതരമായ വകുപ്പുകളിട്ട് അവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ച് സമൂഹ മാധ്യമത്തിൽ ഗുരുതര കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കത്തക്ക വിധത്തിലാണ് ഇങ്ങനെ തിടുക്കത്തിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തു. ഒരു ഘട്ടത്തിൽ കോടതി തന്നെ ചോദിച്ചിരുന്നു, ഇത്ര ആവേശത്തോടെ അല്ലെങ്കിൽ ഈ ധൃതിയിൽ റിപ്പോർട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് ചെയ്തു ഒരു ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് ശരിവെക്കുന്ന കാര്യങ്ങൾ ഈ കേസിന്റെ രേഖകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും. അത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പോൾ കോടതിയിലുള്ള രേഖകൾ നോക്കിയാൽ തന്നെ എന്തിനാണ് ഈ 308 തിടുക്കം പിടിച്ച് 308 എന്നുള്ളൊരു വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്ന് നാളിതുവരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും വിശദീകരിക്കാൻ പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ടാമത്തെ SIT അതായത് പുതിയ SIT ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിലേക്ക് അടക്കം വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിലെ ഈ പ്രോസിക്യൂഷൻ വാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിരുന്നത് ഇതിനകത്തെ ഡിഫാക്റ്റോ കംപ്ലൈനന്റും അതുപോലെ തന്നെ കൂടെ ആളും ഈ വാഹനം പോയതിന് ശേഷം, മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന വാഹനം പോയതിന് ശേഷം പോലീസ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിച്ചു എന്നാണ്. എന്നാൽ അവർ തന്നെ ഹാജരാക്കിയ വിഷ്വൽസില് കോടതിയിൽ ആ കാര്യം വെളിവായിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടായ സംഭവമല്ല. അവർ ഈ ബസ്സിനോട് ചേർന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിന്റെ ആ ഭാഗത്തോട് ചേർന്ന് അവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ചാടി വീഴുന്നതും ആ വിഷ്വൽസിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ഗുരുതരമായ പരിക്കുകൾ ആരോപിക്കുന്നതല്ലാതെ അത് മെഡിക്കൽ രേഖകളിൽ അത്തരത്തിൽ ഗുരുതരമായ യാതൊരു പരിക്കുകളുമില്ല. അതുപോലെ കോടതിയിൽ പ്രദർശിപ്പിച്ച വിഷ്വൽസിലും ഗുരുതരമായ പരിക്ക് അവർക്ക് ഏൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഏൽക്കുന്നതായിട്ടോ ആ വിഷ്വൽസ് കൊണ്ട് കാണാൻ കഴിയുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതികളിൽ ഇനിയും ഇതിന്റെ വിസ്താരം ഉണ്ടാവും. അവിടെ ഈ പ്രതികൾ അവരുടെ നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കാനായിട്ട് ഉള്ള അവസരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.